podcast on the road. അത് കഴിഞ്ഞ ആഴ്ച ഓഡിയൻസ് സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. കുറേ ആൾക്കാർ പറയുന്നു ഗില്ലില്ലാത്തതുകൊണ്ട് പ്രഖ്യാപിക്കാത്തതെന്നുള്ളത്. കാരണം ഗില്ലിനെ പകരം ആരെങ്കിലും ഇറക്കി അവർ കളിച്ചാൽ പിന്നെ ഗില്ലിൽ സാധനം കിട്ടില്ല എന്ന് കുറച്ച് ഹേറ്റേഴ്സ് പറഞ്ഞ് പരത്തുന്നുണ്ട്. അഭ്യൂഹങ്ങൾ അതും വരുന്നുണ്ട്. ജിസ്വാൾ സ്ക്വാഡ് T20 സ്ക്വാഡിൽ കാണുമെന്നും പറയുന്നുണ്ട്, കാണില്ലെന്നും പറയുന്നുണ്ട്. ടെസ്റ്റ് നോക്കുന്നില്ല. പിന്നെ ഈ ആഴ്ച അറിയാം, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് കഴിഞ്ഞ് ഇന്ത്യ വാഷ് ഔട്ടായി. കാരണം നമ്മൾ ഈ ചാനലിൽ പോലും ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യില്ലെന്ന് പല വിജ്ഞാപനമൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പം ഒരു വർഷം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ നമ്മൾ BGT തുടങ്ങിയ സമയത്ത് നമ്മളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓർമ്മയുണ്ട്. അതായത് നമുക്ക് ICC ട്രോഫി കിട്ടി, എന്നാലും വൈറ്റ് വാഷ് ആവുന്ന മോശമാണ്. ട്രോഫി കിട്ടിയ സന്തോഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈറ്റ് വാഷ് ആവുന്നതിൽ മോശമുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ഹോം സീരീസിൽ അടിച്ചെണ്ണാക്കി തന്നെ പിന്നെ ഹോം സീരീസ് ഒന്ന് ജയിച്ചു. ഇന്ത്യ അത് ജയിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത സീരീസ് അടിച്ചെണ്ണാക്കി തന്നെ കിട്ടി പിന്നെ വൈറ്റ് വാഷ്. ഇതിലെനിക്ക് പറയാനുള്ളത്, എല്ലാവരും GG കുറ്റം പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്തതുകൊണ്ടാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസിൽ രണ്ടുപേരുണ്ടായിരുന്നു, അശ്വിനും ഉണ്ട്, എന്നിട്ട് വൈറ്റ് വാഷ്. അപ്പോൾ അത് കളിക്കാരുടെ കോച്ചിൻ്റെ മാത്രം കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ഏതൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു നമ്മുടെ ബാറ്റിംഗ് കോച്ചിനെ മാറ്റണം. പക്ഷേ ഫുള്ളും പറഞ്ഞത് നേരെ കേട്ടില്ല. കാരണം കളിക്കാരൊരു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ കൊണ്ടുവന്നത് നമ്മുടെ ഗൗതം ഗംഭീറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ ബാറ്റിംഗ് കോച്ചിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഗൗതം ഗംഭീറിനെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇതിലുണ്ടായിരുന്നു, കൊച്ചു പിള്ളേരുടെ മനസ്സാണ്, രാത്രി കഴിഞ്ഞ് വാവിട്ട് കരയാറുണ്ടാവും, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഓരോ കോച്ചുമാരെ നമുക്ക് തുടങ്ങാം. ഗൗതം ഗംഭീർ നമുക്ക് ലാസ്റ്റ് പറയാം. ഫസ്റ്റ് ബാറ്റിംഗ് കോച്ചിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ രണ്ടാം സീരീസ് ആണ് പുതിയ ബാറ്റിംഗ് കോച്ച് വന്നിട്ട് ടെസ്റ്റ് വരുന്നത്, എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തെ സീരീസ് ഇതിലിപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥിരമായ ഒരു ബാറ്റിംഗ് ഓർഡർ അല്ലെങ്കിൽ ബാറ്റിംഗ് പ്ലേ ആരൊക്കെയാണെന്നുള്ളൊരു ഇപ്പോഴും ഒരു ഫിക്സ് ആയിട്ടില്ല ടീമിൽ. ഇപ്പം ഇപ്പം നിറയെ പ്ലേയേഴ്സ് ഉണ്ട്. ഇതേ സമയം തന്നെയാണ് നമ്മൾ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെ ഒരു ക്യാപ്റ്റൻസി ടൈം നോക്കുമ്പോഴും അപ്പോഴും ഇത് ഇത്രയും നിറയെ പ്ലേയേഴ്സ് ഉണ്ട്. പുതിയ പ്ലേയേഴ്സും വരുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ഈവൻസിൽ പുതിയ പ്ലേയേഴ്സിനെ അവർ കറക്റ്റ് സ്ക്വാഡ് ഇടുന്നുണ്ട്. എവിടെയൊക്കെ റൊട്ടേഷൻ ചെയ്ത് ഏത് പൊസിഷനിലാണ് ഇറക്കേണ്ട ആ പൊസിഷനിൽ ഇറക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കഴിഞ്ഞ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തന്നെ നോക്കിയാൽ വൺ ഡൗണിൽ വാഷിങ്ടൺ സുന്ദർ വരുന്നു. പക്ഷേ കളിച്ച കേട്ടോ, നമ്മളിപ്പം ഇങ്ങനെ പറയണമെങ്കിൽ മെയിൻ പ്ലേയേഴ്സ് ഒഴിച്ച് ഇങ്ങനെ വരുന്ന പ്ലേയേഴ്സ് എല്ലാവരും കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ടെസ്റ്റിലെ ഫസ്റ്റ് ഇന്നിങ്സിൽ കുൽദീപ് നോക്കുകയാണെങ്കിൽ കുൽദീപ് കളിച്ച്, വാഷിങ്ടൺ സുന്ദർ ഫസ്റ്റ് ടെസ്റ്റിൽ ടോപ്പ് സ്കോർ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം കൊണ്ടുവരുന്നവർ കളിക്കുന്നുണ്ട്, നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആ പ്ലേയേഴ്സ് അവർ മെയിനായിട്ട് കളിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എക്സ്പെരിമെൻറ്റേഷനും റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. റൊട്ടേഷൻ വളരെ നല്ല കാര്യമാണ്. നമ്മുടെ രോഹിത് ശർമ്മ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ടീമിനൊക്കെ 3 വിഭജിക്കാം: ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ, ലോവർ ഓർഡർ. ഇതിൽ ടോപ്പ് ഓർഡറിൽ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, 1, 3 അങ്ങനെ പിന്നെ കുഴപ്പമില്ല. മിഡിൽ ഓർഡേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും കുഴപ്പമില്ല, കാരണം അവർക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്ലെക്സിബിളാണ്. അല്ലാതെ ബോളറിനെ പിടിച്ച് ഓപ്പണറാക്കിയിട്ട് ഓപ്പണറെ പിടിച്ച് 11 ഇറക്കിയിട്ട് കാര്യമില്ല. അതാണ് ആ റൊട്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. T20 ചിലപ്പോൾ ആവശ്യം വരും. അല്ല, 2020 നമ്മൾ അത് പിന്നെയും കുഴപ്പമില്ല, കാരണം ഓട്ടയെ പെട്ടെന്ന് തീരുമില്ല. അങ്ങനെ തീരും. ഇന്ത്യ വേഴ്സസ് ആരായിരുന്നു, നമ്മൾ അക്സറും ദൂബെ ഇറങ്ങി അവസാനം സഞ്ജു ഇറങ്ങിയില്ല. ഏഷ്യ കപ്പിലിറങ്ങി. കാരണം അതിലന്ന് പറയുന്നുണ്ടായിരുന്നു, കാരണം എട്ടാമതായിട്ട് സഞ്ജുവിന് ഇറക്കാൻ നിർക്കുകയാണ്. കാരണം സഞ്ജുവിന് എപ്പോഴും 150 കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അതിന് മുമ്പ് ഇറങ്ങി എല്ലാവരും 140, 130 സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് കളിച്ചില്ല. മാച്ച് ഏത് ടീമിൻ്റെ കൂടെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. സഞ്ജു അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്തിട്ട്. 7ാമതാണ് സഞ്ജു, 7 വിക്കറ്റിന് ശേഷമാണ് സഞ്ജു ഇറങ്ങാൻ നിന്ന്, പക്ഷെ ഇറങ്ങിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ എക്സ്പെരിമെൻറ്റേഷൻ